ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. പ്രീമിയം ഹാച്ച്ബാക്ക് വിപണിയിൽ പുതിയ ചലനം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ഹുണ്ടായി. കൂടുതൽ SUV ശൈലിയുള്ള ഡിസൈനും ആധുനിക സാങ്കേതിക വിദ്യകളും ഉൾപ്പെടുത്തി പുതിയ തലമുറ i20 മോഡൽ കമ്പനി അവതരിപ്പിച്ചു. ഈ വർഷം അവസാനത്തോടെ ഇന്ത്യൻ വിപണിയിലും എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ബ്രസീലിലാണ് വാഹനത്തിന്റെ ആഗോള അരങ്ങേറ്റം നടന്നത്. ഈ വർഷം അവസാനത്തോടെ പുതിയ i20 ഇന്ത്യൻ വിപണിയിലും എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. മുൻ മോഡലുകളെ അപേക്ഷിച്ച് കൂടുതൽ SUV ശൈലിയിലുള്ള ഡിസൈനാണ് പുതിയ i20യുടെ പ്രധാന പ്രത്യേകത. ഫുൾ വിഡ്ത്ത് LED DRLുകൾ, പുതിയ LED ഹാൻഡ് ലാമ്പുകൾ, കണക്റ്റഡ് ടെയിൽ ലാമ്പുകൾ, 17 ഇഞ്ച് അലോയ് വീലുകൾ എന്നിവ വാഹനത്തിന് കൂടുതൽ ആകർഷകമായ രൂപം നൽകുന്നു. ഹ്യുണ്ടായിയുടെ പുതിയ K3 പ്ലാറ്റ്ഫോമിലാണ് വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കൂടുതൽ സുരക്ഷയും മെച്ചപ്പെട്ട യാത്രാ സൗകര്യവും ഉറപ്പാക്കുമെന്ന് കമ്പനി പറയുന്നു. അകത്തളത്തിൽ പനോരമിക് ഡ്യുവൽ സ്ക്രീൻ ഡിസ്പ്ലേ, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷാ വിഭാഗത്തിലും ഹ്യുണ്ടായി വലിയ ശ്രദ്ധ നൽകിയിട്ടുണ്ട്. ADAS സാങ്കേതികവിദ്യ, 6 എയർ ബാഗുകൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ വിപണിയിലെത്തുമ്പോൾ മാരുതി ബൊലേനോ, ടൊയോട്ട ഗ്ലാൻസ, ടാറ്റ ആൾട്രോസ് തുടങ്ങിയ പ്രീമിയം ഹാച്ച് ബാക്കുകൾക്ക് ശക്തമായ വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ. പുതിയ ഡിസൈനും കൂടുതൽ സാങ്കേതിക സവിശേഷതകളും സുരക്ഷാ സംവിധാനങ്ങളുമായി എത്തുന്ന i20ക്ക് വിപണിയിൽ മികച്ച സ്വീകാര്യത ലഭിക്കും എന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സാംസങ്ങിന്റെ പുതിയ ഫോൾഡബിൾ ഫോണുകൾ അടുത്ത മാസം എത്തുമെന്ന റിപ്പോർട്ട്. വലിയ ഡിസ്പ്ലേയും മെച്ചപ്പെട്ട പ്രകടനവുമായി എത്തുന്ന പുതിയ ഫോൾഡബിൾക്കാണ് കാത്തിരിപ്പിലാണ് ടെക് ലോകം. അടുത്ത തലമുറ ഫോൾഡബിൾ സ്മാർട്ട് ഫോണുകളായ ഗാലക്സി Z ഫ്ലിപ്പ് 8, ഗാലക്സി Z ഫോൾഡ് 8 എന്നിവ അടുത്ത മാസം അവതരിപ്പിക്കുമെന്ന് റിപ്പോർട്ടുകൾ. ഫ്ലിപ്പ് 8 ജൂലൈ 22-ന് അവതരിപ്പിക്കുമെന്നാണ് സൂചന. പുതിയ മോഡലുകളുടെ ഔദ്യോഗിക വിവരങ്ങൾ സാംസങ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഗാലക്സി Z ഫ്ലിപ്പ് 8-ന് 120 Hz റിഫ്രഷ് റേറ്റുള്ള 6.9 ഇഞ്ച് ഇന്നർ ഡിസ്പ്ലേയും 4.1 ഇഞ്ച് കവർ സ്ക്രീനും ലഭിച്ചേക്കും. എക്സിനോസ് 2600 ചിപ്സെറ്റും 25 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള 4300 mAh ബാറ്ററിയും ഫോണിൽ ഉൾപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയിൽ ഏകദേശം 1.2 ലക്ഷം രൂപയായിരിക്കും ഫോണിന്റെ വില. ക്യാമറ വിഭാഗത്തിൽ 50 MP പ്രൈമറി സെൻസറും 12 MP അൾട്രാ വൈഡ് ലെൻസും ഉൾപ്പെടുന്ന ഡ്യുവൽ റിയർ ക്യാമറ സംവിധാനവും 10 MP ഫ്രണ്ട് ക്യാമറയും ഫ്ലിപ്പ് 8-ൽ ഉണ്ടായേക്കും. അതേസമയം ഗാലക്സി Z ഫോൾഡ് 8 നിലവിലെ ഫോൾഡ് മോഡലുകളേക്കാൾ കൂടുതൽ വീതിയുള്ള ഡിസൈനുമായി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പഴയ സ്മാർട്ട് ഫോണുകൾ ഇനി മാലിന്യമാകില്ല. അവയെ മിനി ഡാറ്റാ സെന്ററുകളാക്കി മാറ്റാനുള്ള പുതിയ പദ്ധതിയുമായി ഗൂഗിൾ എത്തിയിരിക്കുകയാണ്. ഈ മാലിന്യം കുറയ്ക്കാനും പഴയ ഫോണുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കാനുമാണ് ഈ ഗവേഷണ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ മാലിന്യം കുറയ്ക്കുകയും പഴയ ഉപകരണങ്ങളുടെ ഉപയോഗ കാലാവധി വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ സാന്റിയാഗോയിലെ ഗവേഷകരുമായി ചേർന്നാണ് ഗൂഗിൾ പദ്ധതി വികസിപ്പിക്കുന്നത്. പഴയ പിക്സൽ ഫോണുകളുടെ മദർബോർഡുകൾ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ഫോണുകൾ ഉൾപ്പെടുന്ന കമ്പ്യൂട്ടിംഗ് ക്ലസ്റ്ററുകൾ നിർമ്മിക്കാനാണ് ലക്ഷ്യം. സ്ക്രീൻ, ബാറ്ററി തുടങ്ങിയ ഭാഗങ്ങൾ നീക്കം ചെയ്ത ശേഷം പ്രൊസസർ, മെമ്മറി, സ്റ്റോറേജ് അടങ്ങിയ മദർബോർഡുകൾ മാത്രം ഉപയോഗിച്ചായിരിക്കും സംവിധാനം പ്രവർത്തിക്കുക. ലിനക്സ് അധിഷ്ഠിത സോഫ്റ്റ്വെയറും ക്യുബർനെറ്റിസ് പ്ലാറ്റ്ഫോമും ഉപയോഗിക്കുന്ന ഈ ക്ലസ്റ്ററുകൾ വിദ്യാഭ്യാസം, ഗവേഷണം, വെബ് സേവനങ്ങൾ, ക്ലൗഡ് അധിഷ്ഠിത വികസന പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കാനാകും. അതേസമയം വൻ AI മോഡലുകൾ പ്രവർത്തിക്കുന്ന ശക്തമായ സർവറുകൾക്ക് ഇത് പകരമാകില്ലെന്ന് ഗൂഗിൾ വ്യക്തമാക്കുന്നു. പഴയ സ്മാർട്ട് ഫോണുകളിലെ പ്രവർത്തനക്ഷമമായ ഘടകങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ ഈ മാലിന്യവും കാർബൺ പുറന്തള്ളലും കുറയ്ക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. പദ്ധതി വിജയിച്ചാൽ പരിസ്ഥിതി സൗഹൃദ ഡാറ്റാ സെന്ററുകൾക്ക് പുതിയ വഴി ഒരുങ്ങുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.